അഞ്ചാമത്തെ പാഠത്തെക്കുറിച്ച് അറിവുണ്ടോ? ഓർക്കുന്നോ എന്തായിരുന്നുള്ളത്? നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കാണുമായിരിക്കും. അങ്ങനെ ബാഹ്യമായും ആന്തരികമായും മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. സ്വയം ദാനമായി നൽകുക. ഇവിടെ പരസ്പര സമർപ്പണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്താണ്? ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ജീവിക്കുക. ഒരു മനുഷ്യനും ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ടോ ഞങ്ങളോടൊത്ത് വസിച്ചാലും നാഥ മക്കളെ, സുഖമാണോ? നിങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നോ? എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൊള്ളാം. മിടുക്കന്മാരും മിടുക്കികളും എല്ലാവരും സ്തുതി പറയാൻ പഠിച്ചിട്ടുണ്ട്. വലിയ കുട്ടികളായതിൻ്റെ ആ ഒരു പാഠം നിങ്ങളെപ്പോഴും പ്രകടമാക്കുന്നുണ്ട്. നന്നായിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, അല്ലേ? നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളും അല്ലേ? അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓർക്കുന്നുണ്ടാവും. എന്താണ് ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചത്? ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ്. വചനം സജീവമാണ്, ജീവദായകമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചത്. എന്താണ് രണ്ടാമത്തെ അധ്യായത്തിൽ? ക്രിസ്റ്റീനയ്ക്ക് പറയാമോ? അതെ, ചരിത്ര പുരുഷനും ദൈവപുത്രനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പഠിച്ചത്. മൂന്നാമത്തെ പാഠം ക്രിസ്പിന് പറയാമോ? അത് തന്നെ, ഉത്തരം ശരിയായിട്ട് പറഞ്ഞു ക്രിസ്പിൻ. വിമോചകനും കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ലൈലയ്ക്ക് നാലാമത്തെ പാഠത്തെക്കുറിച്ച് പറയാമോ? അതെ, ജീവൻ്റെ മഹത്വം. ഈ കഴിഞ്ഞ 4 അധ്യായങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്, പഠിച്ചത്, ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടത്. നമ്മളതൊക്കെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ പാഠത്തെക്കുറിച്ച് അറിവുണ്ടോ? ഓർക്കുന്നോ എന്തായിരുന്നുള്ളത്? നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കാണുമായിരിക്കും. അതെ, മനുഷ്യബന്ധങ്ങളും സമൂഹ സുസ്ഥിതിയുമാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നോടിയായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈശോയുടെ കുഞ്ഞുമക്കളായ ഞങ്ങൾക്ക് അങ്ങയോടുള്ള അഗാധമായ സ്നേഹം വെളിവാക്കുവാനും അങ്ങയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു ക്ലാസ്സിലൂടെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? എന്താണ്? വളരെ തമാശയ രീതിയിൽ പറഞ്ഞാൽ ആപ്പിൾ വന്ന് തലയിൽ വീണപ്പോൾ ബുദ്ധി ഉദിച്ച മനുഷ്യനെന്നൊക്കെ ചിലരെങ്കിലും കളിയാക്കി പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം പകർന്നു നൽകിയ വലിയൊരു വിജ്ഞാനമുണ്ട്. എല്ലാ വസ്തുക്കളും അതിൻ്റെ അച്ചുതണ്ടിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. അതെല്ലാ വസ്തുക്കളിലും കാണുന്നുമുണ്ട്. നമ്മൾ പ്രകടമായി നമ്മളെല്ലാ വസ്തുക്കളിലും കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. ഭൂമിയിലെ ഓരോ വസ്തുവും ബലപ്രയോഗത്താൽ എന്ന വണ്ണം അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ ബന്ധങ്ങളിലും ഇത്തരത്തിലുള്ള ചില ആകർഷണങ്ങളുണ്ട്. അത് ദൈവം ഇന്നേറ്റായിട്ട് നമ്മുടെ ജന്മന നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കഴിവാണിത്. മറ്റൊരാളിലേക്ക് ആകർഷിക്കുക, മറ്റൊരു വസ്തുവിലെ ആകർഷിക്കുക, ഇങ്ങനെ പലതരത്തിൽ ആകർഷിക്കപ്പെടുക എന്നുള്ളത്, എൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത്. നമുക്കൊന്ന് പ്രകൃതിയിലേക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പ്രകൃതിയിലേക്ക് നോക്കിയേ. എന്ത് മനോഹരമാണല്ലേ! വളരെ വൈവിധ്യങ്ങളുള്ള, സുന്ദരമായ, കാഹളനാദങ്ങളുള്ള, എത്രയോ നല്ല നമ്മുടെ മനസ്സിനെ കുളിർമയണിയിക്കുന്ന പ്രപഞ്ചമാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മനോഹാരിതയോടെ കൂടെ തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുക. ഇവിടെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ജീവിക്കുക. ഒരു മനുഷ്യനും ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ടോ ഒറ്റയ്ക്ക് ജീവിക്കാനോ സാധിക്കത്തില്ല. ഒരാൾ മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ടാണ് എപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി അതിന് സുന്ദരമായ നല്ല പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഒരു ചെടി വളർന്നു വരുന്നു. ആ ചെടിക്ക് സ്വമേധയാ വളരാനായിട്ട് അതിന് വളരാൻ ആവശ്യമായ ഘടകങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കണം.
സൂര്യപ്രകാശം അനിവാര്യമാണ്. സൂര്യപ്രകാശമില്ലെങ്കിൽ ഒരു ചെടിക്ക് തനതായ രീതിയിൽ വളർന്നു വരുവാനായിട്ട് സാധിക്കില്ല. ചന്ദ്രൻ പ്രകാശിക്കണമെങ്കിൽ സൂര്യൻ വേണം. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അപ്പം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അത്തരത്തിൽ പ്രപഞ്ചത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ദൈവത്തെ, അവരനെ, പ്രകൃതിയെ ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു സത്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ഒരുപക്ഷെ നമ്മൾ പ്രപഞ്ചത്തെ കുറേ പേരെങ്കിലുമൊക്കെ നിരീക്ഷിക്കുന്നവരായി, അല്ലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരായി എത്രയോ വൈവിധ്യങ്ങളുണ്ട് അല്ലേ, നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ഒരു നിരീക്ഷണ പാഠവമുള്ളവരാണ് എങ്കിൽ അത്തരത്തിൽ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ എന്തുമാത്രം വ്യത്യസ്തതകളാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ദൈവം എല്ലാത്തിനെയും അതിൻ്റെ ക്രമമനുസരിച്ച് സൃഷ്ടിച്ചു. ഓരോന്നിനെയും ഓരോന്നിൻ്റെയോട് ചേർന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ ബന്ധത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും എന്ന പോലെ മനുഷ്യനും സ്വയം നിലനിൽക്കുക സാധ്യമല്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രീതി ഇവിടെയും നമുക്ക് അവലംബിക്കുവാനായിട്ട് സാധിക്കും. നമ്മളിനിയും നമ്മുടെ വ്യക്തിത്വങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച്, വ്യക്തികൾ എങ്ങനെയാണ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റു ബന്ധങ്ങളുമായിട്ട് അത്തരത്തിൽ ചിന്തിക്കുമ്പം ഒന്നാമതായിട്ട് ആത്യന്തികമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ചാണ്. മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല ദൈവവുമായിട്ടുള്ള ബന്ധം. അതിന് വളരെ സുന്ദരമായി വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന പാഠവിതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. അപ്പം മനുഷ്യന് ദൈവത്തോടുള്ള ആത്യന്തികമായ ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ രൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കൾക്കും ഇല്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുക. അപ്പം ദൈവത്തെ പോലിരിക്കുന്ന മനുഷ്യൻ, ഇതിന് വളരെ സുന്ദരമായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. നീ ഇത് മറ്റുള്ളവർക്ക് ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. എങ്ങനെയാണ് സഹോദരങ്ങൾക്ക് ചെയ്യുമ്പോൾ ദൈവത്തിന് ചെയ്യുന്നു എന്ന് പറയുക? അതിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിനുള്ള വിവരണം നൽകപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി ദൈവത്തിൻ്റെ നിശ്വാസം, ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചപ്പോൾ മനുഷ്യന് ജീവനുണ്ടായി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യൻ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അവിടെയാണ് സുവിശേഷം നൽകുന്ന ഈ സുന്ദരമായ ഓർമ്മപ്പെടുത്തൽ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ ശ്രേഷ്ഠതയുള്ളവനാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിന് അവൻ്റെ ശ്രേഷ്ഠത നിലനിൽക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യനിലുള്ള ആത്മാവ് ദൈവം അവനിലേക്ക് നിശ്വസിപ്പിച്ചു. ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു, ദൈവം നിശ്വസിച്ചു, അപ്പോഴാണ് ജീവനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് മനുഷ്യനെ നിറച്ച് അതിലേക്ക് ജീവൻ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബാഹ്യമായും ആന്തരികമായും മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ശരീരം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത് നമ്മുടേതല്ല, ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. ദൈവത്തിൻ്റെ തന്നെ പ്രതിരൂപമാണ് നമ്മൾ ഓരോരുത്തരും എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു സത്യം. രണ്ടാമത്തെ നമ്മൾ ചിന്തയിലേക്ക് കടക്കുന്നത് ഇതാണ്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും കുടുംബത്തിലുള്ളവരാണ് അല്ലേ. നമ്മുടെ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ആയിട്ട് ചേർന്ന് എത്രയോ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കൂടുതലും മക്കളൊക്കെ ഉള്ള കുടുംബത്തെ നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം എൻ്റെ തന്നെ കുടുംബത്തെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 10 മക്കളാണ്. എന്നാ സന്തോഷമാണ്. വീട്ടിലോട്ട് ചെല്ലുമ്പം ഈ സഹോദരങ്ങളുടെ മക്കളെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആഘോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അപ്പോൾ കൂടുതൽ മക്കൾ ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് കൊണ്ട് കുടുംബത്തിന് രൂപം നൽകി. അനാദിയിലെ ദൈവം വിഭാവനം ചെയ്ത ഈ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ കുടുംബമാണ്. ഹെബ്രായ ഭാഷയിൽ കുടുംബം എന്നതിന് പിതാവിൻ്റെ ഭവനം എന്നാണ് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വരുക്കൂട്ടുന്ന ഈ കുടുംബം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ തന്നെ ഭവനമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ജോണിക്ക് പറയാമോ എന്താണ് വേണ്ടതെന്നുള്ളത്? ഈ ദൈവത്തിൻ്റെ തന്നെ ഭവനം നമ്മൾ രൂപീകരിക്കുമ്പം ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത് സ്നേഹമാണ്. പറഞ്ഞു കഴിഞ്ഞു, ജോണി പറഞ്ഞു കഴിഞ്ഞു, സ്നേഹമാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. വിവാഹത്തിന് ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ?
ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയും, കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് ഭൂമിയിൽ പെരുകി വർദ്ധിക്കുക. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ക്രിസ്റ്റീനയ്ക്ക് പറയാമോ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഗാഢമായ ഐക്യമാണ്. എന്താണ് ഗാഢമായ ഐക്യം? ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്ത തരത്തിൽ ആഴത്തിൽ വേരുപാകിയിരിക്കുന്ന ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. അത് നമ്മൾ വൈവാഹിക സമയത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹം എന്ന് പറയുന്ന മരണം വരെ ദൈവത്തിൻ്റെ ഈ ഭവനത്തിൽ ആയിരിക്കുവാനും ദൈവത്തിൻ്റെ ഭവനത്തെ രൂപീകരിക്കുവാനുമായിട്ട് വിളിക്കുകയാണ് ഈ കുടുംബ ബന്ധത്തിലൂടെ. ഇനി വിവാഹത്തിൻ്റെ അന്തസത്ത എന്താണ്? അത് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാചകങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇരുവരുടെയും അവകാശങ്ങളെ പരസ്പരം സമർപ്പിച്ച് സ്വയം ദാനമായി നൽകുക. ഇവിടെ പരസ്പര സമർപ്പണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്താണ്? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ പിന്നെ ഞാനല്ല, എൻ്റെ പ്രവൃത്തികളല്ല, മറ്റൊരാളുടെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നത് ഓർക്കുക. രണ്ടാമതായിട്ട് വരുന്നത് സ്വയം ദാനമായി നൽകുക. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നേർച്ചയിടാനായിട്ട് പോകും, പള്ളിയിൽ നേർച്ചയിടുന്നു. പള്ളിയിൽ നേർച്ചയിട്ട് കഴിഞ്ഞിട്ട് കണക്കന് പൈസ എടുത്തുകൊണ്ട് പോയി എണ്ണാനിരിക്കുമ്പം നമ്മൾ എന്ന് ചോദിക്കാറുണ്ടോ, ഞാനിട്ട സ്തോത്രക്കാഴ്ചയ്ക്ക് തിരിച്ചു തരിക എന്ന് പറയാറുണ്ടോ? ഇല്ല, നമ്മൾ ദാനമായി കൊടുത്തതാണ്, പിന്നെ നമുക്കതിന് അവകാശമല്ല. അപ്പം ഈ ഒരു അന്തസത്ത വിവാഹത്തിൻ്റെത് ഓർക്കുക. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് പരിപാവനമായി ദൈവം അനാദിയിലെ സൃഷ്ടിച്ചതാണ് എന്ന് ഓർക്കുക. ബെനഡിക്റ്റ് 16-ാമൻ പാപ്പയും ഇപ്രകാരം ഈ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദേവൂസ് കാരിത്താസ് എസ്റ്റ്, ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ചാക്രിക ലേഖനത്തിൽ ഈ സ്നേഹത്തെ സവിസ്തരം ബെനഡിക്റ്റ് പാപ്പ പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, നമ്മൾ ഇത്രയും സമയം സംസാരിച്ച കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്ത് നമുക്കൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. രണ്ട് കാര്യങ്ങളെ നിങ്ങളോട് ഇത്രയും സമയമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ചാണ്. ഏറ്റവും ശ്രേഷ്ഠവും സമുന്നതവുമായ ബന്ധമാണ് മനുഷ്യന് ദൈവത്തോടുള്ളത്. അതിൻ്റെ കാരണം 2 കാരണങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ ജീവനുള്ള ഒരു മനുഷ്യനെ ദൈവം വാർത്തെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ രൂപമാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം ഇത്രയേറെ ശ്രേഷ്ഠമായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചതും പഠിക്കാൻ ശ്രമിച്ചതും കുടുംബ ബന്ധത്തെക്കുറിച്ചാണ്. ദൈവം കുടുംബം അനാദിയിലെ സൃഷ്ടിക്കുകയും ആ കുടുംബത്തിൽ നമ്മളെ അംഗങ്ങളാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്വന്തമാക്കി അത് മറ്റുള്ളവരുമായി പകർന്നു നൽകുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ് അതുവഴി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ സഹകാരികളാണ് ദമ്പതിമാർ. അപ്പം ദൈവം പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിയുടെ തുടർച്ച നടക്കുന്നത് ദമ്പതിമാരിലൂടെയാണ് എന്നുള്ളത്. പിന്നീട് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയത് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, വിവാഹത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കി. ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തിലൂടെ സ്നേഹത്തെ സവിസ്തരം പ്രതിപാദിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നവർ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരാൻ, ഈ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ, ദൈവത്തോടും കുടുംബത്തോടുമുള്ള നമ്മുടെ പ്രതിപത്തിയും സ്നേഹവും പ്രകടമാക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മൾ ഇത്രയും ചിന്തിച്ചതിനകത്തു നിന്ന് ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരികയാണ്. അത് നിങ്ങൾ ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന്, ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം ഈ കാലഘട്ടത്തിൽ എത്തരത്തിലാണ്, അത് കുടുംബത്തിൽ നമുക്ക് എങ്ങനെ ഉൾച്ചേർക്കുവാനായിട്ട് പറ്റും, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം കുടുംബത്തിൽ എങ്ങനെ ഉൾച്ചേർക്കുവാനായിട്ട് പറ്റും, അതൊന്ന് ചർച്ച ചെയ്യുകയും ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ മതാധ്യാപകരെ ഏൽപ്പിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇത്രയും സമയം ഞങ്ങൾ കേട്ട ഈ കാര്യങ്ങൾ, ദൈവത്തോടുള്ള ഞങ്ങളുടെ ബന്ധവും കുടുംബത്തോടുള്ള ഞങ്ങളുടെ സ്നേഹവും കൂടുതൽ ആഴപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തെ സ്നേഹിക്കുവാനും ആ കുടുംബത്തിലായിരുന്നു കൊണ്ട് ജീവിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.